ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ ഓഫീസ് മുറിയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറി വരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടാണ് ആരാധനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജി കേരളത്തിൽ നിന്ന് തിരിച്ചു പോയതെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ സമരം നടത്തും. അവസാനത്തെ തുള്ളിച്ചോര അവശേഷിക്കുന്നത് വരെ വന്ദേ മാതരം വിളിക്കാൻ ആഹ്വാനം കിട്ടിയാൽ ഒരു മന്ത്രിയുടെ സംരക്ഷണവും വേണ്ട, ഒരു MLA സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ നാട്ടിലെ 10 ചെറുപ്പക്കാർ കൂടെയുണ്ട് ഈ പ്രസ്ഥാനത്തിലെങ്കിൽ അത് മാത്രമാണ് റിസൾട്ടായിട്ടും താമ്രപത്രമായിട്ടും ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിന്റെ 5 കൊല്ലം മുമ്പും അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു. ഞാൻ ഉൾപ്പെടെ ശ്രീമാൻ സുരേന്ദ്രൻ ഉൾപ്പെടെ 7 പേരെ അന്നും 2ാം സ്ഥാനത്ത് നിർത്തി. ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് നൽകിയത് ഞങ്ങളെ MLA-മാരാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയി 1,00,000-ഓളം വരുന്ന ആളുകളെ വിജയിപ്പിച്ച് അകത്തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങൾ ജയിക്കുമെന്നായപ്പോ ഞങ്ങളെ പടിക്ക് പുറത്തിരുത്തിയെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ, ആ പിണറായി വിജയൻ ക്ഷീണിക്കുമ്പോ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് വിജയേട്ട സാരല്ല ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന VD സതീശനെ കേരളത്തിൽ സമ്മാനിച്ചത് ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് 1,00,000-ഓളം വരുന്ന BJP-യുടെ നേതാക്കന്മാരെ പുറത്തു നിർത്തിയത് കൊണ്ടാണ്. പക്ഷേ ആ കളി ഇനി നടക്കില്ല. അമിത്ഷാജി കേരളത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ ഓഫീസ് മുറിയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറി വരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടാണ് ആരാധനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജി കേരളത്തിൽ നിന്ന് തിരിച്ചു പോയതെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ സമരം നടത്തും. ഈ കാവൽ നിൽക്കുന്ന പോലീസോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരു കൂട്ടം വരുന്ന പോലീസുകാര് ലാത്തി ചാർജ് നടത്തി ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ ലാത്തി ചാർജിന് വിധേയമാക്കിയ ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അത് നിങ്ങളുടെ ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ അടിക്കാൻ ഓർഡർ ഇട്ടാൽ ഒന്നും ഓർക്കാതെ ആ ഓർഡറിന്റെ പിറകെ പോയി അടിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ തല ഒരു ഭാഗം പൊട്ടിപ്പൊളിച്ച് തല്ലി തകർത്ത് കളഞ്ഞു. ഇനി ഒരടി അവൻ അടിക്കണമെങ്കിൽ എന്റെ ശരീരത്തിൽ തൊട്ടിട്ട് വേണമെന്ന് പറഞ്ഞ് സുധീഷിനെ രക്ഷിക്കാൻ പോയതിന്റെ പേരിലാണ് ഞാനൊരു സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായതെങ്കിൽ എന്തായി സമരവീര്യം കുറഞ്ഞോ? ഞാനിവിടെ കാവൽ നിൽക്കുന്ന പോലീസ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, ഞങ്ങളുടെ സമരവീര്യം കുറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ ശരീരത്തിൽ അവസാനത്തെ തുള്ളിച്ചോര അവശേഷിക്കുന്നത് വരെ വന്ദേ മാതരം വിളിക്കാൻ ആഹ്വാനം കിട്ടിയാൽ ഒരു മന്ത്രിയുടെ സംരക്ഷണവും വേണ്ട, ഒരു MLA-യുടെ സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ നാട്ടിലെ 10 ചെറുപ്പക്കാർ കൂടെയുണ്ട് ഈ പ്രസ്ഥാനത്തിലെങ്കിൽ അത് മാത്രമാണ് റിസൾട്ടായിട്ടും താമ്രപത്രമായിട്ടും ഞങ്ങൾ കണക്കാക്കുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 11 വർഷം നമ്മുടെ നരേന്ദ്രമോദി ഏറ്റവും വലിയ സ്വപ്നം കണ്ടു. എന്താണെന്നറിയുമോ? സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഫലമായിട്ട് എന്റെ ഈ മാനേജ്മെന്റ് സ്കൂളിലേക്ക് നരേന്ദ്രമോദി കൊടുത്ത കോടികൾ കിട്ടാഞ്ഞത് എന്റെ മാനേജ്മെന്റ് അധികാരികൾ ഈ സ്കൂളിനെ വലിയ രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട് ആധുനിക സജ്ജീകരണ റൂമുകളുള്ള മാതൃകാ സ്കൂളാക്കി മാറ്റാൻ എന്തുകൊണ്ടാണ് സ്കൂളിന്റെ അധികാരികൾ പരിശ്രമിക്കാത്തത്? കാരണം എന്താണെന്ന് അറിയുമോ? നരേന്ദ്രമോദി സർവശിക്ഷ അഭിയാന് വേണ്ടി കൊടുക്കുന്ന കോടികൾ അത് വാങ്ങിയെടുത്തുകൊണ്ട് PM ശ്രീ അപേക്ഷിച്ചാൽ 1 കോടി രൂപ കിട്ടും. ആ PM ശ്രീ പദ്ധതിക്ക് ഈ സ്കൂളിൽ നിന്ന് ഒരു കടലാസ് പോലും ഒരു പേപ്പർ പോലും നീങ്ങിയിട്ടില്ല. എന്താ കാരണം? ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി കൊടുക്കുന്ന പദ്ധതിയിലൂടെ 1 കോടി രൂപ വാങ്ങി PM ശ്രീ ഈ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മോദി അപ്പൂപ്പന്റെ പടം എവിടെയെങ്കിലും ഒന്ന് കുട്ടികൾ കണ്ടാൽ ആ കുട്ടികൾ നരേന്ദ്രമോദിയുടെ ഫാനായി മാറും എന്ന് കരുതിക്കൊണ്ട് ഈ മാനേജ്മെന്റ് സമിതി അപേക്ഷ പോലും കൊടുത്തില്ല, പേപ്പർ പോലും കൊടുത്തില്ല. പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 11 വർഷമായി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കേരളത്തിലേക്ക് കൊടുത്ത കോടാനുകോടി രൂപയുടെ കണക്ക് അത് കേരളത്തിലെ ശിവൻകുട്ടിയെ കൊണ്ട് കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ പറയിപ്പിച്ചിട്ട് ഞങ്ങൾ റോഡിൽ നിന്ന് സമരത്തിൽ നിന്ന് തിരിച്ചു കയറൂ എന്നുള്ള മുദ്രാവാക്യത്തിനടിയിൽ അടിവരയിട്ടുകൊണ്ടാണ് ഈ സ്കൂളിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. കോട്ടയത്തെ ബിന്ദു മരിച്ചു അല്ലെ, മകളെ ചികിത്സിക്കാൻ പോയിട്ടുള്ള ബിന്ദു കോട്ടയത്ത് മരണമടഞ്ഞു. ആ ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തു.
കൊല്ലുക, നഷ്ടപരിഹാരം കൊടുക്കുക. നഷ്ടപരിഹാരം കൊടുക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നവർ, ഭരണകൂടത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങൾ ഭരണകൂടത്തിന് എതിരായി നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തെ തുറന്നു കാണിച്ച് ലോകത്തിന്റെ മുന്നിൽ കാരണങ്ങൾ പറയുമ്പോ പിണറായി വിജയന് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പിണറായി വിജയൻ കൊടുത്തില്ലെങ്കിൽ, നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ, വീട് വെച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, ആദരണീയനായിട്ടുള്ള ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, ഗവൺമെന്റ് വീട് വെച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ വീട് വെച്ചു കൊടുക്കും, സ്വന്തം പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് എന്ന് ഈ പാവപ്പെട്ട കുടുംബത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? ഉടൻ തന്നെ ഗവൺമെന്റ് ഒരു വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായി. സന്തോഷം, വളരെ സന്തോഷം. നിങ്ങൾ കൊടുക്കണം. കാരണം ആ കുടുംബത്തില് ഈ മിഥുൻ വളർന്നു വന്ന് മിഥുന് 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ വീണ്ടും പഠിപ്പിച്ച് അവരെ എവിടെയോ എത്തിക്കണമെന്ന് ആ അമ്മ കണ്ട സ്വപ്നത്തിന്റെ തലയിലാണ് നിങ്ങൾ കുരുക്കിട്ടത്.